യുവരാജ്, നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന, അത് ഗവർണറായിരിക്കില്ല തീരുമാനിച്ചത്, പുറത്തു നിന്നുള്ള ഇടപെടലാണെന്നാണ് പറഞ്ഞത്. പി പ്രസാദും ഇത് തന്നെയാണ് പറഞ്ഞത്. ബാഹ്യശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അപകടകരമായ അവസ്ഥയാണ്. രാജ്ഭവൻ സങ്കുചിത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേദിയാകാൻ പാടില്ല. രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് ഗവർണർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അപ്പോൾ പുറത്തു നിന്ന് ആരാ നിയന്ത്രിക്കുന്നത്? ഇനിയിപ്പോൾ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് BJP ഇതിനകത്തൊരു കക്ഷിയല്ല. ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, BJP ഇതിനകത്തൊരു കക്ഷിയല്ല. രാജ്ഭവൻ്റെ അകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ എന്ത് വേണമെന്ന് പറയുന്നതും ആസ് പെർ പ്രോട്ടോക്കോൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ഒരു പരിധി വരെയും ഗവർണറാണ്, ഒരു പരിധിക്കപ്പുറം ഗവർണറാണ്. പിന്നെ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് ഒരു പരിധി വരെ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തന്നെ ആര് കാണാൻ വരാം, തൻ്റെ വേദിയിൽ ഒരാൾ എക്സ്ട്രാ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനിക്കാം. അതിനകത്ത് അയാൾ കൂടി വേദിയിൽ ഇരുന്നോട്ടെ എന്ന് പറയാം. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. 7 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദിയിൽ അത്രയൊക്കെ പാടുള്ളൂ. ഗവർണറുടെ ചില പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഇവിടെ ഗവർണറാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ആത്യന്തികമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഒരു എല്ലാ സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാത്തിലും BJP സർക്കുലറുമായിട്ട് പോകുന്നൊന്നുമില്ല. നിങ്ങളത് ഇങ്ങനത്തെ ചിത്രം വയ്ക്കണം, അങ്ങനത്തെ ചിത്രം വയ്ക്കണം. ഗവർണറുടെ സ്വതന്ത്ര താല്പര്യമാണ് ഗവർണർക്ക് അവിടെ എന്ത് ചിത്രം വയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ആയാലും കുറച്ച് നേരത്തെ ശ്രീത് പണിക്കറായിരുന്നാലും ആ ചിത്രത്തിൻ്റേതായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഗവർണർ കടന്നു വരുന്നതും ഗവർണർ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനമായിരുന്നാലും ശരി തന്നെയാണ്, സാമൂഹിക പ്രവർത്തനമായാലും നടത്തി വന്നിരിക്കുന്ന പർട്ടിക്കുലർ സാഹചര്യങ്ങളിലൂടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും അതിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരിസ്ഥിതി ദിവസമാകുന്ന സമയത്ത്, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ്, പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയായിട്ട് കാണുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ വയ്ക്കണം. അദ്ദേഹത്തിന് ചിരപരിചിതമായിട്ടുള്ള ചിത്രം, അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന് അവിടെ വയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഗവർണറല്ല വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്, മറുപക്ഷമാണ് എന്നാണ് എൻ്റെ വാദം. കാരണം ഗവർണർ പറഞ്ഞിട്ടില്ല നിങ്ങളാരും ഞാൻ ഈ പരിപാടിക്ക് വരരുത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാത്താൻ കുരിശ് കണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് അവിടെ നിന്ന് പിന്മാറിപ്പോയിരിക്കുന്ന സാഹചര്യം. തീർച്ചയായിട്ടും അവരാണ് അതിനകത്തൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിവാദത്തിന് ഉത്തരം പറയേണ്ടുന്നതുമായിട്ടുള്ള ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ അനിൽ നമ്പി പറഞ്ഞ അങ്ങേക്ക് ഒരു ചിത്രം ഇപ്പോൾ അങ്ങോട്ടേക്ക് അയക്കാം. എനിക്കതിനകത്ത് ഇത് സമാനമായ വിഷയമൊന്നുമല്ല. ഇപ്പോൾ ജയചന്ദ്രൻ സാറ് പറയുന്നത് പോലെ തന്നെ അതൊരു സമാനമായ വിഷയമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നാലും കാണുന്നവർക്ക് തോന്നേണ്ടതാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളാണ്. ആ ദർബാർ ഹാളിൻ്റെ ചിത്രമാണ് ഞാൻ അങ്ങേക്ക് അയച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് പ്രണബ് മുഖർജി പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടം വരെയും രാഷ്ട്രപതിയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ രാംനാഥ് കോവിന്ദ്ജി മുതൽ ഇപ്പോൾ നമ്മുടെ ദ്രൗപദി മുർമു ഇരിക്കുന്നത് വരെയും ആ ചിത്രം അവിടെ ഇല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി അവർ ദളിത് വിഭാഗങ്ങൾ എന്നിവർ വിളിക്കുന്ന വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഒരു ആദിവാസി സ്ത്രീ രാഷ്ട്രപതിയായിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ 2 രാഷ്ട്രപതിമാർ ആയിട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചിത്രമില്ല. അപ്പോൾ ചിത്രങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയം പറയാനുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിന് ഉൾപ്പെടെ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആ ചിത്രങ്ങളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലാണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജ്ഭവനകത്ത് ഗവർണർ ഒരു തീരുമാനം എടുത്തു ഒരു ചിത്രം വയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ചിത്രം അവിടെ ഇരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഗവർണറാണ് അവസാന തീരുമാനം പറയേണ്ടത്. അതിനകത്ത് അവിടെ ഇരിക്കണമെന്ന് പറയാനും അതവിടെ മാറ്റണമെന്ന് പറയാനും വേണ്ടിയിട്ട് രണ്ടിനും BJP ഇല്ല. ഗവർണർക്ക് അതവിടെ വയ്ക്കണം, അത് വെച്ചോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? അതൊരു സാംസ്കാരികമായിട്ടുള്ള ചിഹ്നമാണ് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട്. ആ ചിത്രത്തിനകത്ത് അസ്പർശ്യത കാണുന്നത് നിങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷേ അത് ഞങ്ങളുടെ എന്തെങ്കിലും അജണ്ടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരുപാട് പണിയുണ്ട്. ഗവർണർ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ചിത്രം അവിടെ വയ്ക്കണം. ഞങ്ങൾ ഈ ചിത്രത്തിൽ കുട്ടികൾ നടത്താൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഇപ്പം നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഗവർണറുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാരതാംബെ, അദ്ദേഹത്തിന് അങ്ങനെ കാണണം എന്നുള്ള തലത്തിൽ. ഇപ്പോൾ അത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിന് കുറച്ചുകൂടി അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരണ്ടെന്ന് കരുതുന്നത്. എന്നാൽ അങ്ങേക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ശരിയാണ്, അങ്ങ് പറഞ്ഞതിനനുസരിച്ചിട്ട് ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ഭാരത് മാതയല്ല അവിടെ ഉണ്ടായിരുന്നത്. പകരം ഒരു ഭഗവ പതാക ഏന്തിയ ഭാരത് മാതയാണ്
എന്നുള്ളതാണ്. ഈ ഭഗവത് പതാകയുടെ കാര്യം വളരെ വിശദമായിട്ട് നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു. ഞാനത് വളരെ ഷോർട്ടായിട്ട് പറയണം എന്ന് കരുതിയതാണ്. ഈ ഭഗവയെ കുറിച്ചിട്ടൊക്കെ ആദ്യം പറയുന്നത് ശിവജി മഹാരാജാവിൻ്റെ കാലഘട്ടത്താണെന്ന് പറയണം എന്ന് കരുതിയാണ്. എന്തായാലും അദ്ദേഹം അത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അവിടെ വെച്ചിരിക്കുന്ന ആ ഭൂപടം പോലും നമ്മുടെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉള്ളൊരു ഭൂപടമല്ല. അതൊരു വിശാലമായ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നാണ്. ഈ അഖണ്ഡ ഭാരത കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് 1947 മുതലല്ല, അതിന് മുൻപ് തന്നെ ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും, നമ്മളെ ഇപ്പോൾ ശ്രീത്ത് അങ്ങ് വരുന്നതിന് മുമ്പാണ് ശ്രീത്ത് ആ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. ജനഗണമന പാടുന്ന സമയത്ത് സിന്ധിനെ കുറിച്ച് പാടുന്നുണ്ട്, സിന്ധിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സിന്ധ് എന്ന് പറയുന്നത് ഇന്ന് നിലവിലെ ഭാരതത്തിനകത്തുള്ളതല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ മാപ്പിനകത്ത് പെടുന്ന ഒരു പ്രദേശമല്ല സിന്ധ്, അത് ഇന്ന് പാകിസ്ഥാനിലാണുള്ളത്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ദേശീയ ഗാനമായിരുന്നാലും നമ്മുടെ ദേശീയതയെ കുറിച്ചിട്ടുള്ള ചിന്താധാരകളായിരുന്നാലും ശരി തന്നെയാണ്, ഇതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗാന്ധാരമായിരുന്നാലും ബ്രഹ്മപ്രദേശമായിരുന്നാലും ഭാരതത്തിൻ്റെ കാലിലണിഞ്ഞ ചിലങ്കയാണ് ലങ്ക എന്നുള്ള വിശേഷണം പോലും ഇതെല്ലാം ഭാരതത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങ് നേരത്തെ വാരണാസിയിലെ ഭാരത് മാതാ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഭാരത് മാതാ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ നോക്കുമ്പോൾ പോലും അതിനകത്ത് പോലും ലങ്ക ഉൾപ്പെടുന്ന രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ ലങ്ക നമുക്കറിയുന്ന ഇന്ത്യയിലുള്ളതല്ല. ലങ്കയിൽ ചെന്നിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തല്ലി ഓടിക്കും. പക്ഷെ നമ്മുടെ ഒരു സങ്കല്പത്തിനകത്ത് ഇതെല്ലാം ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ കാണുന്നതും. നമ്മൾ ആ മണ്ണിനെ എല്ലാം തന്നെ അത്രയും പവിത്രമായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മൊത്തത്തിൽ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ആ ഭഗവത് പതാക തീർച്ചയായിട്ടും ആ ഭാരത് മാതയുടെ കയ്യിലിരിക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യയുടെ മാത്രം മാപ്പിനകത്തുള്ളതാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്.